Good morning. Good morning, Miss. Good morning, Miss. Okay, നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അവിടെ വരെയാണ് എടുത്ത് നിർത്തി. എലമെന്റ്സ് കംപ്ലീറ്റ് ആയില്ലേ? എലമെന്റ്സ് കംപ്ലീറ്റ് ആയില്ലേ? എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ബഡ്ജറ്റിംഗ് വരെ പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, ശരി. വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ അവിടെ വരെയും? ഓക്കെ, ശരി. ഇനി നമ്മള് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ് കേട്ടോ. വളരെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്, അതുപോലെ ഇവിടെ വേണ്ട സ്കിൽസ് നീഡഡ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് റോൾസില് പ്രധാനമായിട്ടും 3 റോൾസ് ആണ് നമ്മൾ പറയുന്നത്. ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷണൽ റോൾസ്, ഡിസിഷണൽ റോൾസ്. അപ്പൊ ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫിഗർ ഹെഡ്, ലീഡർ ആൻഡ് ലേയേഴ്സ്. എന്താണ് ഒരു ഇന്റർപേഴ്സണൽ റോളിലെ ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു തലവനായി നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഒരു തലവനായിട്ട് നിന്ന് പ്രവർത്തിക്കണം. അതുപോലെ ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു നേതാവായി നിന്ന് പ്രവർത്തിക്കണം. അതുപോലെ ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന, നല്ലൊരു ബന്ധം സൃഷ്ടിക്കുക, അതുപോലെ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്നത്. ഫിഗർ ഹെഡ്, ലീഡർ, ലേയേഴ്സ്. ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ തലവനായിട്ട് പ്രവർത്തിക്കുക, നേതാവായിട്ട് പ്രവർത്തിക്കുക, അതുപോലെ ലേസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബന്ധം അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയായി പ്രവർത്തിക്കുക. ഇൻഫർമേഷണൽ റോൾസില് മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോർട്സ് പേഴ്സൺ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കൃത്യമായിട്ട് ഒരു നിരീക്ഷണങ്ങളുള്ള ഒരു നിരീക്ഷകനായിട്ട് പ്രവർത്തിക്കണം. ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രചരിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. അതെന്തായിരിക്കും ശരിക്കും? പ്രചരിപ്പിക്കുന്നവൻ. ഇപ്പൊ നമ്മുടെ 1 മിനിറ്റ്. ഓക്കെ, രണ്ടാമത്തേത് ഇൻഫർമേഷണൽ റോളില് മോണിറ്റർ എന്ന് പറഞ്ഞാൽ നിരീക്ഷകൻ എന്നർത്ഥമാണ്. നിരീക്ഷിക്കുക, കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് നിരീക്ഷകനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇനി ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്നവൻ എന്നുള്ളത് അർത്ഥമാണ്. അതായത് ടീച്ചർ ഇസ് എ ഡിസെമിനേറ്റർ ഓഫ് ദ നോളജ് എന്ന് പറയും അല്ലെ? നോളജ് അല്ലെങ്കിൽ അറിവിനെ പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് ടീച്ചർ. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആവാം, ഐഡിയാസ് ആവാം, മുതലായ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പ്രവർത്തിക്കണം. അതുപോലെ സ്പോക്സ് പേഴ്സൺ, വക്താവ് അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ്, ഒരു പ്രതിനിധി എന്ന നിലയിലും പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം ഇദ്ദേഹം. അതാണ് ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നത്. തേർഡ് വൺ ആണ് ഡിസിഷണൽ റോൾസ് എന്ന് പറഞ്ഞാല് ഒരു എന്റർപ്രണർ, ഒരു സംരംഭകൻ എന്ന നിലയിൽ സ്വന്തം നമ്മുടെ സ്വയം സംരംഭമാണ് ഇത് എന്ന രീതിയിൽ പ്രവർത്തിക്കണം. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങള്, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തൊരു ഡിഫിക്കൽട്ടി വന്നാലോ അതിനെതിരെയുള്ള കറക്റ്റ് ആക്ഷൻസ് എടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ റിസോഴ്സ് അലോക്കേറ്റർ, കൃത്യമായിട്ടുള്ള ആ ഒരു റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങള് അനുവദിച്ചു നൽകുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ ഒരു നെഗോഷിയേറ്റർ, ഒരു മധ്യസ്ഥൻ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം. അപ്പൊ ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞാൽ ഫിഗർ
ഫിഗർ ഹെഡ് ലീഡർ ലേയേഴ്സ്. ഒരു തലവനായിട്ട് പ്രവർത്തിക്കണം, നേതാവായിട്ട് പ്രവർത്തിക്കണം, ഒരു നല്ലൊരു ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പ്രവർത്തിക്കണം. ഇൻഫർമേഷണൽ റോൾസിൽ വരുമ്പോൾ ഒരു മോണിറ്റർ, നിരീക്ഷകനായിട്ട് പ്രവർത്തിക്കണം, ഡിസെമിനേറ്റർ, പ്രചാരകർ അല്ലെങ്കിൽ എന്താണ് പ്രചരിപ്പിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഐഡിയാസും അതുപോലെ തന്നെ ഇൻഫർമേഷൻസും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് പ്രവർത്തിക്കണം. സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധിയാണെന്ന് പ്രവർത്തിക്കുകയും വേണം. ഡിസിഷണൽ റോൾ എന്ന് പറയുമ്പോൾ ഒരു സംരംഭകൻ എന്ന നിലയിൽ പ്രവർത്തിക്കണം. ഒരു ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തൊരു സിറ്റുവേഷൻ വന്നാലും അതിനെതിരെ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള ഒരു കഴിവ് വേണം. അതുപോലെ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ കൃത്യമായി അനുവദിച്ചു നൽകുന്ന ഒരു വ്യക്തിയായിരിക്കണം. നെഗോഷിയേറ്റർ, ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം. ദെൻ അടുത്തത് സ്കിൽസ് നീഡഡ് ആണ്. ഒരു അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട സ്കിൽസ് ആണ് കേട്ടോ പറയുന്നത്. ടെക്നിക്കൽ സ്കിൽസ്, ഹ്യൂമൻ സ്കിൽസ് ആൻഡ് കോൺസെപ്റ്റൽ സ്കിൽസ്. അതിലെ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ഒരു പ്രത്യേക മേഖലയില് അറിവും കഴിവും അല്ലെങ്കിൽ അറിവും പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. ഏത് പ്രത്യേക മേഖലയില്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ആ ഒരു മേഖലയില് നല്ല രീതിയിൽ ആ ഒരു പ്രത്യേക മേഖല അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഫീൽഡില് വർക്ക് ചെയ്യാനായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അറിവും പ്രാവീണ്യത അല്ലെങ്കിൽ വൈദഗ്ധ്യവും ഉണ്ടായിരിക്കണം. അതാണ് ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. ഹ്യൂമൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഇടപെടൽ നടത്തി നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതാണ് ഹ്യൂമൻ സ്കിൽസിൽ വരുന്നത്. കോൺസെപ്റ്റൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ദ കപ്പാസിറ്റി ടു തിങ്ക് ആൻഡ് ജസ്റ്റിഫൈ അബൌട്ട് അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻ വിച്ച് കൺസേൺ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും സങ്കീർണമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ നിഗൂഢമായിട്ടുള്ളതോ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കാനും അത് കൃത്യമായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി നൽകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അപ്പോ സ്കിൽസ് നീഡഡ് 3 എണ്ണമാണ്. ടെക്നിക്കൽ സ്കില്ല്, ഹ്യൂമൻ സ്കിൽസ്, കോൺസെപ്റ്റൽ സ്കില്ല്. ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയിൽ അറിവും കഴിവും അല്ലെങ്കിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഹ്യൂമൻ സ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്താനും നല്ല രീതിയിൽ നല്ല കഴിവോടുകൂടി അവിടെ വർക്ക് ചെയ്യാനും ഉള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. കോൺസെപ്റ്റൽ സ്കിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വളരെ സങ്കീർണമായിട്ടുള്ളതോ വളരെ നിഗൂഢമായിട്ടുള്ളതോ ആയിട്ടുള്ള ഏതൊരു സിറ്റുവേഷനെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കാനും അതിനുള്ള ആവശ്യമായ സൊല്യൂഷൻസ് കണ്ടെത്തി നൽകാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് കൂടി ഉണ്ടായിരിക്കണം. അതാണ് കോൺസെപ്റ്റൽ സ്കിൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങള് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾസും അതുപോലെ തന്നെ സ്കിൽസും ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ച് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ.
ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും അവിടെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളും വളരെ സ്മൂത്ത് ആയിട്ട് സുഗമമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോവേണ്ടതായിട്ടുണ്ട്. Then although some roles may involve direct patient care, many hospital administrators maintain little to no patient contact. But ചില hospital administrators ഡയറക്റ്റ് പേഷ്യന്റ് കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നേരിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കേണ്ടതായിട്ട് ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വരാറുണ്ട്. അപ്പൊ അല്ലാത്ത പക്ഷം പല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ലിറ്റിൽ ടു നോ പേഷ്യന്റ് കോണ്ടാക്ട് ആണ്. ഒരുപാട് പേഷ്യൻസുമായിട്ട് വലിയ രീതിയിലുള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ സാധാരണ മിക്ക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും വരാറില്ല. പക്ഷെ ആ ഹോസ്പിറ്റലിന്റെ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് ചെറിയ ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇവര് ഇൻവോൾവ് ആവേണ്ടതായിട്ട് വന്നേക്കാം. They may have a variety of responsibilities like managing finances, ensuring the department meets regulatory needs, and hiring high quality staff. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ സെന്റൻസ് എപ്പോഴും ചോദിച്ചു കാണണം. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനുണ്ട്. ഫിനാൻസ് മാനേജ് ചെയ്യാന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീറ്റ് റെഗുലേറ്ററി നീഡ്സ്, നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ജീവനക്കാരെ നിയമിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. Then these professionals can find work in a variety of healthcare organizations, which consist of hospital, clinics, corporations, and government agencies. ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് വെറൈറ്റി ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാം, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്കിൽ വർക്ക് ചെയ്യാം, കോർപ്പറേഷൻസ് അതുപോലെ ഗവൺമെന്റ് ഏജൻസികളിലൊക്കെ ഇവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. അവിടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു എന്താണ് ചില റോൾസ് എന്ന് പറയുന്നത്, ചിലർക്ക് ഡയറക്റ്റ് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെടേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷെ പല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ലിറ്റിൽ ടു നോ പേഷ്യൻസ്, ചിലപ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ യാതൊരുവിധ കോണ്ടാക്റ്റും കീപ്പ് ചെയ്യണമെന്നില്ല. ഒരുപാട് വെറൈറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്. ഫിനാൻസ് മാനേജ് ചെയ്യുക, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റും പാലിക്കേണ്ടതായിട്ടുള്ള റെഗുലേറ്ററി നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് അവർ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതുപോലെ ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, ഉയർന്ന നിലവാരത്തിലുള്ള സ്റ്റാഫുകളെ നിയമിക്കുക. ഇതൊക്കെ കുറെ അധികം വെറൈറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ. അതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണലിന് ഒരുപാട് വെറൈറ്റി ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലോ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റലിലോ ക്ലിനിക്കുകളിലോ കോർപ്പറേഷൻസിലോ ഗവൺമെന്റ് ഏജൻസികളിലോ ഒക്കെ വർക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. Then hospital administrators coordinate all departments within a healthcare facility to make sure that they function as a whole. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവര് ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കോർഡിനേറ്റ് ചെയ്ത് വളരെ അധികം ഏകോപിച്ചുകൊണ്ട് സഹകരണത്തോടു കൂടി പ്രവർത്തിപ്പിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. കോർഡിനേറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് വിത്തിൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ഫങ്ഷൻ ആസ് എ ഹോൾ. അവർ മൊത്തത്തിൽ ഒരൊറ്റ ഒന്നായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട കാര്യമാണ്. അതിനുവേണ്ടി അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്ത് മൊത്തത്തിലുള്ള ഒരു ഒന്നായി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതും അത് കൃത്യമായിട്ട് അതിനുള്ള ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും. Their proficiency is needed to execute plan, organize, direct and monitor the outcomes of medical and health services. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു കാര്യക്ഷമത അല്ലെങ്കിൽ ആ ഒരു കഴിവ് കൃത്യമായിട്ട് അവിടെയുള്ള ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും അത് നടപ്പിലാക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും
കൃത്യമായ ദിശകളിലേക്ക് അതിനെ വിടാനും അതുപോലെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകളുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ നിരീക്ഷിക്കാനും ഒക്കെ ഒരു കഴിവ് ആർക്ക് ആവശ്യമാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ആവശ്യമാണ്. The role of a hospital administrator differ from one institution to the next, then the duties must include. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അല്ലെ? അപ്പൊ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം പ്രധാനമായിട്ടും അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളുമായി ബേസ് ചെയ്ത് അവരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് അത് മൊത്തത്തിൽ ഒരു ഒറ്റ പ്രവർത്തനമായിട്ട് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരേണ്ടതും അതിനുള്ള ഉത്തരവാദിത്വവും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ എന്തിനൊക്കെ വേണം? കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും അതിന് ആവശ്യമായ ഡയറക്ഷൻസ് കൊടുക്കാനും അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫലങ്ങളെ നിരീക്ഷിക്കാനും ഒക്കെ ഒരു കഴിവ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുമ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾസിലും വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ അതിനുശേഷം നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് പഠിക്കാനുണ്ട് കേട്ടോ. മനസ്സിലായി കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. സോ മറ്റു ഡ്യൂട്ടീസ് ആണ് കേട്ടോ ഇനി പറയുന്നത്. സെർവിങ് ആസ് കോണ്ടാക്ട് among governing boards, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. അതായത് ഗവേണിംഗ് ബോർഡ്സ് ആ ഒരു സ്ഥാപനത്തിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായി ബന്ധപ്പെട്ടൊക്കെ നല്ലൊരു സമ്പർക്കം ആര് പുലർത്തേണ്ടതായിട്ടുണ്ട്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പുലർത്തേണ്ടതായിട്ടുണ്ട്. സെർവിങ് ആസ് എ കോണ്ടാക്ട് among governing boards, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. അവിടുത്തെ ആ ഒരു ഭരണസമിതിയുമായി ബന്ധപ്പെട്ടും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുമായിട്ടും ഒക്കെ നല്ലൊരു സമ്പർക്കം ആര് പുലർത്തേണ്ടതായിട്ടുണ്ട്? ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പുലർത്തേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതുപോലെ തന്നെ അവിടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ആയിക്കോട്ടെ അവരെ എന്ത് ചെയ്യുക? റിക്രൂട്ട് ചെയ്യുക അല്ലെ? അവരവിടെ തിരഞ്ഞെടുക്കുക, അവരെ നിയമിക്കുക, അവരെ കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്യുക. Then third one ആണ് ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, controlling and coordinating services as directed by the hospital board. ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരമുള്ള സർവീസുകൾ അവിടെ ഓർഗനൈസ് ചെയ്യുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും നിയന്ത്രിക്കുകയും ഏകോപനത്തോടു കൂടി കൊണ്ടുപോവുകയും ചെയ്യുക. Then supervising the creation and implementation of programs and policy for patient services, quality assurance, public relation outreach and departmental activities. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ അവിടുത്തെ പേഷ്യൻസിന് സർവീസുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ പ്രോഗ്രാമുകളും പോളിസികളും ഇംപ്ലിമെന്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ രൂപകൽപ്പന ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുക. പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക.
ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കുക. ഇതിനെയൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും അത് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. Then last one ആണ് advancing and expanding programs and services for scientific research and preventive medicine. അതുപോലെ തന്നെ പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ, അഡ്വാൻസ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും ആൻഡ് സയന്റിഫിക് ശാസ്ത്രീയമായ റിസർച്ചുകള് മുതലായിട്ടുള്ള അതുപോലെ തന്നെ പ്രിവെന്റീവ് മെഡിസിൻസ്, ഡിസീസോ കാര്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങള്, ശാസ്ത്രീയമായിട്ടുള്ള റിസർച്ചുകളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളും പ്രോഗ്രാമുകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും ഒക്കെ ഉൾപ്പെടുത്താനും സഹായിക്കുക. ഇത്രയും ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസിൽ വരുന്ന കാര്യങ്ങൾ കൂടിയാണ്. പറഞ്ഞത് മുൻപ് നമ്മൾ പറഞ്ഞത് കൂടാതെയുള്ള കാര്യങ്ങളാണ്. അവിടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാകുമ്പോൾ അവിടുത്തെ ഗവേണിംഗ് ബോർഡ്, ഭരണസമിതി, അതുപോലെ മറ്റു മെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് മുതലായവരുമായിട്ട് നല്ലൊരു സമ്പർക്കം ഒരു അഡ്മിനിസ്ട്രേറ്റർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞത് നഴ്സസ്, ഡോക്ടേഴ്സ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് മുതലായവരെ തിരഞ്ഞെടുക്കുകയും അവരെ നിയമിക്കുകയും അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തത് അവിടെ ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരമുള്ള സേവനങ്ങള് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, അത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുക, കൃത്യമായി അത് നിയന്ത്രിക്കുകയും അത് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. നാലാമത്തത് സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാം ആൻഡ് പോളിസീസ് ഫോർ പേഷ്യന്റ് സർവീസസ്, ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻസ് ഔട്ട്റീച്ച് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റി. അതുപോലെ തന്നെ അവിടെ കൃത്യമായിട്ട് ഇപ്പൊ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളും പോളിസികളും രൂപകൽപ്പന ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അതുപോലെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് നടപ്പിലാക്കുക. അതുപോലെ പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകള് ക്രിയേറ്റ് ചെയ്യുകയും അത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ ഡിപ്പാർട്ട്മെന്റുമായി പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യമാണ്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്താനും അതുപോലെ തന്നെ ഡിസീസുകളൊക്കെ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ പുതിയ വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകളും സർവീസുകളും ഒക്കെ അവിടെ സ്ഥാപിപ്പിക്കാനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടിയും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് വേഗം വായിച്ചു നോക്കട്ടെ. ഈ പോയിന്റ് ചോദിക്കാറുണ്ട്. ഇൻക്ലൂഡഡ് ആയത് ഏതെന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുള്ളൂ. ഇൻക്ലൂഡഡ് ആയത് അല്ലാത്തത് ഏത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ വരിക. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. Then next, hospital administrators have to stay current on any laws and regulations that affect the healthcare or hospital industry as well as medical and technological progress. For hospital administrator എപ്പോഴും ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ മേഖലയെ ബാധിക്കുന്ന അവര് പാലിക്കേണ്ട നിയമങ്ങളും നിയന്ത്രണങ്ങളിലും ഒക്കെ ഇവരും നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ഏതൊരു സ്ഥാപനമാണെങ്കിലും അവര് പാലിക്കേണ്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ടോ എന്ന് നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്.
as well as medical and technological progress. അതുപോലെ തന്നെ laws and regulations മാത്രം അവിടെ പാലിപ്പിച്ചാൽ പോരാ, പുതിയ വരുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ്, വൈദ്യശാസ്ത്രപരമായിട്ടും സാങ്കേതികപരമായിട്ടുള്ള എല്ലാ പുരോഗതികളും ആ ഒരു സ്ഥാപനത്തിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയാണ്. സോ ആസ് എ ബിസിനസ് ലീഡർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മസ്റ്റ് ഓവർസീ. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഓവർസീ ചെയ്യാനാണ് മേൽനോട്ടം വഹിക്കേണ്ടത് കേട്ടോ. ലോങ് ടേം പ്ലാൻ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ദീർഘകാല പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് ബഡ്ജറ്റ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യങ്ങൾ, പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുക. ദ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, മെഡിക്കൽ സേവനങ്ങളുടെ ചിട്ടയായിട്ടുള്ള ഒരു വിതരണവുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കുക. ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, സാമ്പത്തിക റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുക. ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റലിലെ പോളിസികളിൽ വരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, മേൽനോട്ടങ്ങൾ വഹിക്കുക. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ലോങ് ടേം ആയിട്ടുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആസൂത്രണങ്ങളെ മേൽനോട്ടം വഹിക്കുക. അതുപോലെ തന്നെ പ്രവർത്തന ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ബഡ്ജറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുക. അതുപോലെ ചിട്ടയായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങളുടെ ചിട്ടയായിട്ടുള്ള വിതരണം നടക്കുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുക. സാമ്പത്തിക റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കുക. അതുപോലെ ഹോസ്പിറ്റൽ പോളിസികളിൽ വരുന്ന മാറ്റങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങൾ വരുന്നത് അതുമായി ബന്ധപ്പെട്ട മേൽനോട്ടങ്ങൾ വഹിക്കേണ്ടത് ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട കാര്യമാണ്. വേഗം അവിടെ വരെ വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞോ? Okay. Then strong interpersonal skills are needed when overseeing and mentoring staff, interacting with the community and cooperating with the governing boards. അതുപോലെ തന്നെ ഇവർക്ക് ഒരു സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, വ്യക്തിഗത കഴിവുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ വേണം. അതിലൂടെ ഇതിപ്പോ ഓരോ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുമ്പോഴായിക്കോട്ടെ, കൃത്യമായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുമ്പോഴോ, കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടലുകൾ നടത്തുമ്പോഴോ, ഗവേണിംഗ് ബോർഡ്സ് ഈ ഭരണസമിതിയുമായിട്ട് സഹകരിക്കുമ്പോഴൊക്കെ അവർക്ക് ഒരു സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കില്ല് കൂടി ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ട ജോബാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇൻ ബിസൈഡ്സ് ടു ഹോസ്പിറ്റൽ കൂടാതെ which may range from small community hospital to massive multi-hospital system, this healthcare administrator may also work for. ഇവിടെ ഒരു ഹോസ്പിറ്റൽ പറയുന്നത്, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ തുടങ്ങി ഒരു വലിയ രീതിയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സംവിധാനങ്ങളിൽ വരെയും അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഹോസ്പിറ്റൽ അല്ലാതെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോബുകളാണ് അല്ലെങ്കിൽ പൊസിഷനുകളാണ് അല്ലെങ്കിൽ ഏരിയാസ് ആണ് പറയുന്നത്. റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി, പുനരധിവാസ സേവനങ്ങൾ കൊടുക്കുന്ന, ഫിസിയോതെറാപ്പി പോലുള്ള പുനരധിവാസ സേവനങ്ങൾ കൊടുക്കുന്ന സെന്റേഴ്സിൽ ജോലി ചെയ്യാൻ സാധിക്കും. ആംബുലേറ്ററി കെയർ സെന്റേഴ്സ് അല്ലെ, ഇപ്പൊ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ തന്നെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും കൺസൾട്ടേഷനും ഡയഗ്നോസിസും ഒക്കെ കൊടുക്കുന്ന ആംബുലേറ്ററി കെയർ സെന്ററുകളിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും.
ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ക്യാമ്പുകളൊക്കെ നടത്താറില്ലേ, അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ഗ്രൂപ്പ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ആയിരിക്കും. അവിടെ സിംഗിൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി കേസ് മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിനുവേണ്ടി മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് സെയിം ടൈപ്പ് ഓഫ് കെയർ കൊടുക്കുന്ന ഇതാണ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പൊ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ എങ്ങനെയാ, ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ബേസിസിലെ ക്യാമ്പ് നടത്താം അല്ലേ. ഒരു ഐ ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ഡെന്റൽ ക്യാമ്പ് നടത്തുമ്പോൾ എങ്ങനെയാണ്, അത് ആ ഒറ്റ സ്പെഷ്യാലിറ്റി ഏരിയ മാത്രമേ കേന്ദ്രീകരിച്ചല്ലേ ചെയ്യുന്നത് അല്ലെ, കണ്ണിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് പ്രൊവൈഡ് സെയിം ടൈപ്പ് ഓഫ് കെയർ കൊടുക്കുന്ന മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ഉണ്ടാവും ഇല്ലേ. അപ്പൊ അതുപോലെയുള്ള ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസുകളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഹോസ്പൈസസ്, നമ്മുടെ പാലിയേറ്റീവ് സെന്ററുകൾ, കെയറുകൾ പോലെയുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കും. ഒരു ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റി, അതായത് ഇപ്പോ പ്രൈമറി കെയർ സെന്റേഴ്സോ ക്ലിനിക്കുകളോ ഹെൽത്ത് സെന്ററുകളോ പോലെയുള്ള എന്താണ് ഒരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമില്ലാത്ത പേഷ്യൻസിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഫിസിഷ്യൻ ഓഫീസുകൾ, ഫിസിഷ്യൻസിന്റെ ഓഫീസുകളിൽ ജോലി ചെയ്യാൻ പറ്റും. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി, ഇപ്പോ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി ആകുമ്പോൾ അവരുടെ ഇപ്പോ കെയർ ഹോമുകള്, റിട്ടയർമെന്റ് ഹോമുകള് മുതലായവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹോം ഹെൽത്ത് കെയർസ്, അതായത് അവിടെ അവരുടെ ഹോം കെയർ, അതായത് നമ്മുടെ സ്റ്റേ അറ്റ് ഹോം, അവരെപ്പോഴും അവരുടെ ഹോമിൽ തന്നെയാണ്, സ്റ്റേ ഇൻ ദിയർ ഹോം, അവിടെ തന്നെയായിരിക്കും അവർ താമസിക്കുക. അവിടെ പോയി നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഹോം ഹെൽത്ത് സെന്റേഴ്സിൽ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കും. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട്. അവിടെയെല്ലാം ഇവർക്ക് ഒരു ഹോസ്പിറ്റലിന് പുറമെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റിയിൽ ജോലി ചെയ്യാം, ആംബുലറ്ററി കെയർ സെന്ററുകളിൽ ജോലി ചെയ്യാം, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്, ഹോസ്പൈസസ്, ഒരു ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികള്, ഫിസിഷ്യൻ ഓഫീസുകള്, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി, ഹോം ഹെൽത്ത് കെയർ, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ് മുതലായ ഇടങ്ങളിലെല്ലാം ഒരു ഹോസ്പിറ്റലിന് പുറമെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് വർക്ക് ചെയ്യാവുന്നതാണ്. Then hospital administrators are at a large facility may work in specific clinical areas like cardiology, surgery, neurology, obstetrics and nephrology. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരുപാട് ഫെസിലിറ്റിയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ലാർജ് ഫെസിലിറ്റിയിൽ, അപ്പൊ ലാർജ് ഒരു ഹോസ്പിറ്റൽ, വലിയൊരു ഹോസ്പിറ്റലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഏരിയാസുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഒരു സർജറി അല്ലെങ്കിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്, ഒബ്സ്റ്ററ്റിക്സ് പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് മുതലായിട്ടുള്ള സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസിൽ ഇവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ആയിരിക്കില്ല, അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കില്ല അവർക്ക് കൊടുക്കുക. ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ ഏരിയ, സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഏരിയാസിന്റെ ആ ഒരു അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനും പ്രവർത്തനങ്ങളും ആയിരിക്കും ചിലപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത്. Hospital administrators at smaller facility may supervise different departments like finance, education, research and personnel. അതേസമയം സ്മോളർ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ അവര് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യണം. അവിടെ ഒറ്റ ഡിപ്പാർട്ട്മെന്റിനെയാണ് സൂപ്പർവൈസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, റിസർച്ചുമായി ബന്ധപ്പെട്ട്, ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നമ്മൾ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. വേഗം ഒന്ന് അവിടെ വരെ വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ്, just a few of the title hospital administrators may possess include. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് നിർവഹിക്കാൻ പറ്റുന്ന കുറച്ച് പൊസിഷൻസ് ആണ് കേട്ടോ താഴെ പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ തന്നെ, ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ എല്ലാ പൊസിഷൻസും ഒന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഓരോ സീനിയോറിറ്റി അനുസരിച്ച്, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചൊക്കെയാണ് ഈ ഓരോ പൊസിഷനിലേക്ക് നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ പൊസിഷനിലും നമുക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് നിർവഹിക്കാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെ ടൈറ്റിൽസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനുകളാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ 3 എണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് ചോദിക്കാനുള്ളതാണ്. അതാണ് അത് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്രസിഡന്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സിഇഒ. അപ്പൊ ചോദിക്കാം, സിഇഒ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എക്സ്പാൻഡഡ് ഫോം സിഇഒ റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാല് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്, അല്ലെങ്കിൽ ചീഫ് എമർജൻസി ഓഫീസർ എന്നൊക്കെ ഓപ്ഷനുകളിൽ ഉണ്ടാവും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു